ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ ഓവർ ഡിറ്റർമിൻഡ് കേസും അൺഡിറ്റർമിൻഡ് കേസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ലീനിയർ സിസ്റ്റം ഓവർ ഡിറ്റർമിൻഡ് എന്ന് പറയണമെങ്കിൽ ആ ലീനിയർ സിസ്റ്റത്തിലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓവർ ഡിറ്റർമിൻഡ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. മറ്റൊരു തരത്തിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് മെട്രിക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എ എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എം ബൈ എൻ ആണെന്ന് വിചാരിക്കുക. എം റോസും എൻ കോളംസും എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ അത്തരം ലീനിയർ സിസ്റ്റത്തിൽ നമ്മൾ ഓവർ ഡിറ്റർമിൻ എന്ന് വിളിക്കും. ഇനി നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അതിനെ അൺഡിറ്റർമിൻഡ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കും. അതായത് എം ലെസ് ദാൻ എൻ ആണെങ്കിൽ അൺഡിറ്റർമിൻഡ് ലീനിയർ സിസ്റ്റം. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത് ഫസ്റ്റത്തെ ലീനിയർ സിസ്റ്റത്തിലെ 3 ഇക്വേഷൻസും 2 അൺനോൺസുമാണ്. അതല്ലെങ്കിൽ ഇതിന്റെ എന്നുള്ള മെട്രിക്സ് മാത്രം എഴുതുന്നു. 2 3 1 -4 8 7. അപ്പൊ ഇവിടെ 3 റോസും 2 കോളംസും ആണ്. 3/2 മെട്രിക്സ് ആണ്. 3 ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ഇത് ഓവർ ഡിറ്റർമിൻഡ് ലീനിയർ സിസ്റ്റം ആണ്. ഇവിടുത്തെ അൺനോൺസ് എക്സും വൈയും, അതായത് വേരിയബിൾസ് എക്സും വൈയും 2 അൺനോൺസ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് ഇക്വേഷൻസ് 3 ഉണ്ട്. അങ്ങനെ പറഞ്ഞാലും മതി. അടുത്ത കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 3 അൺനോൺസ് ഉണ്ട്. എക്സും വൈയും സെഡും 2 ഇക്വേഷൻസേ ഉള്ളൂ. അപ്പൊ അതൊരു അൺഡിറ്റർമിൻഡ് ലീനിയർ സിസ്റ്റം ആണ്. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് തിയറം 4.8.9. എന്നുള്ളതൊരു എം ബൈ എൻ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ ഓവർ ഡിറ്റർമിൻഡ് കേസാണ് പറയുന്നത്. എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ആ ലീനിയർ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി. ബി എന്നുള്ളത് ഏത് വെക്ടറും വേണമെങ്കിലും ആവാം. ആർ എമ്മിലെ ഏത് വെക്ടറും വേണമെങ്കിലും ആവാം. അതെല്ലാറ്റിനും എല്ലാ ബി വാല്യൂസിനും കൺസിസ്റ്റന്റ് ആവില്ല. ഇൻകൺസിസ്റ്റന്റ് ആവുന്ന വിധത്തിൽ മിനിമം ഒരു വെക്ടർ ബി എങ്കിലും നമുക്ക് ആർ എമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പറഞ്ഞിട്ടുള്ളത്. If m greater than n, then the linear system ax equal to b is inconsistent for at least one vector b in Rn. അതായത് ഇവിടെ നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാ ബി വാല്യൂസിനും ആർ എമ്മിലെ ഏത് വെക്ടർ എടുത്താലും നമുക്കറിയാം എം റോസും എൻ കോളംസും ആണെങ്കിൽ കോളം വെക്ടേഴ്സ് ആർ എമ്മിലെ വെക്ടേഴ്സ് ആയിരിക്കും. സോ ആർ എമ്മിലെ എല്ലാ വെക്ടേഴ്സും എടുത്താലും ഇത് കൺസിസ്റ്റന്റ് ആവണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇൻകൺസിസ്റ്റന്റ് ആവുന്ന വിധത്തിൽ മിനിമം ഒരു വെക്ടറെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് പാർട്ട് എയിൽ പറയുന്നത്. ദെൻ അൺഡിറ്റർമിൻഡ് കേസിൽ പറയുന്നത് എം ലെസ് ദാൻ എൻ ആണെങ്കിൽ ഈ ഏത് വെക്ടർ ആർ എമ്മിലെ ഏതൊരു വെക്ടർ ബി ചൂസ് ചെയ്താലും എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള സിസ്റ്റം ഒന്നുകിൽ ഇൻകൺസിസ്റ്റന്റ് ആകും, അതല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ എന്നുള്ള കേസ് അവിടെ വരില്ല. നമുക്കറിയാം ആകെ 3 പോസിബിലിറ്റീസ് ആണ് ഒരു ലീനിയർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. 2 ആദ്യം ഡിവൈഡ് ചെയ്യാം. കൺസിസ്റ്റന്റ് അതല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ദെൻ കൺസിസ്റ്റന്റിൽ തന്നെ 2 കേസ് വരുന്നുണ്ട്. യുണീക് സൊല്യൂഷൻ അതല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ ഇതിൽ യുണീക് സൊല്യൂഷൻ എന്നുള്ള കേസ് വരുന്നില്ല. ഒന്നുകിൽ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. എം ലെസ് ദാൻ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് പാർട്ട് ബിയിൽ പറയുന്നത്. നമുക്ക് ഓരോ പാർട്ടും പ്രൂവ് ചെയ്യാം. ആദ്യത്തെ കേസിലെ എം ഗ്രേറ്റർ ദാൻ എൻ ആണ്. സോ എ എന്നുള്ള മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസിനേക്കാൾ കൂടുതലാണ്. സോ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ലീനിയർ സിസ്റ്റത്തിൽ നമുക്ക് എം എന്നുള്ളത് ഇക്വേഷൻസിന്റെ എണ്ണം ആയിരിക്കും. അപ്പൊ അവിടെ എം ഇക്വേഷൻസിന്റെ എണ്ണം അൺനോൺസിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഒരു 3/2 തന്നെ എടുക്കാം. എന്നുള്ളത് ഏതെങ്കിലും ഒരു 3/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഞാൻ വേരിയബിൾസ് ആയിട്ട് അൺനോൺസ് ആയിട്ട് 2 കോളംസ് ആണുള്ളത്. സോ എക്സും വൈയും എടുക്കുന്നു. അപ്പോൾ നമുക്ക് 3x - 2y ഈക്വൽ ടു സം ബി എന്നുള്ള വെക്ടർ ആർ എമ്മിലെ ആയിരിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 4x - y അല്ലെങ്കിൽ പ്ലസ് y ഈക്വൽ ടു സം വാല്യൂ x - y ഈക്വൽ ടു അനദർ വാല്യൂ. ഇത് ഞാൻ b1 b2 b3 എന്ന് വിളിക്കുന്നു. സോ ആർ എമ്മിലെ വെക്ടറാണ്. ഈ ഒരു കോളം വെക്ടറിനെയാണ് കോളം വെക്ടർ b1 b2 b3നെയാണ് നമ്മൾ b എന്നുള്ള വെക്ടർ b ആയിട്ട്
ഷോർട്ടായിട്ട് നൊട്ടേഷൻ എടുക്കുന്നത്. അത് R3 വെക്ടറാണ്. അതായത് എം എൻ അതിലെ RM വെക്ടർ ആയിരിക്കും ബി. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ബി എന്നുള്ള വെക്ടറിന് 3 കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. അത് R3 വെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ B1 B2 ഇതുപോലെ B3 എന്നുള്ള ഒരു ആർബിട്രറി വെക്ടർ ആയിരിക്കും R3. അപ്പോൾ ഇനി നമുക്കറിയാം, അപ്പോൾ ഇതിൻ്റെ കോളം വെക്ടേഴ്സ്, എയുടെ കോളം വെക്ടേഴ്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 2 കോളം വെക്ടേഴ്സ് ഉള്ളൂ. എയുടെ കോളം വെക്ടേഴ്സ് ഈ കേസിലാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുള്ള ഈ ഒരു കേസിലാണെങ്കിൽ എയുടെ കോളം വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ആദ്യത്തെ കോളം വെക്ടർ 3 4 1, അടുത്ത കോളം വെക്ടർ -2 1 -1. അങ്ങനെ 2 കോളം വെക്ടർ മാത്രമേ നമുക്ക് എക്കുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ RM, അതായത് ഈ കേസിൽ R3യിലെ 2 വെക്ടേഴ്സാണ്, 2 കോളം വെക്ടേഴ്സേ എക്കുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എയുടെ കോളം വെക്ടേഴ്സ് ഒരിക്കലും R3നെ സ്പാൻ ചെയ്യില്ല. നമുക്കറിയാം R3യുടെ ഡയമെൻഷൻ 3 ആണ്. സോ R3നെ സ്പാൻ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് വെക്ടേഴ്സ് മിനിമം 3 എണ്ണെങ്കിലും വേണം. ഇപ്പം ഇവിടെ എയുടെ കോളം വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആകെ 2 കോളം വെക്ടേഴ്സേ ഉള്ളൂ. സോ R3യുടെ ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവാണ് നമ്പർ ഓഫ് വെക്ടേഴ്സ്. സോ എയുടെ കോളം വെക്ടേഴ്സ് ഒരിക്കലും R3നെ സ്പാൻ ചെയ്യില്ല. അപ്പൊ ആ ഒരു കേസാണ് ഇവിടെ ജനറൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ R3ക്ക് പകരം RM ആണ്. അപ്പൊ അവിടെ n വെക്ടേഴ്സ് ആണുള്ളത്, m ഗ്രേറ്റർ ദാൻ n ആണ്. സോ നമ്പർ ഓഫ് വെക്ടേഴ്സ് RMന്റെ ഡയമെൻഷനേക്കാൾ കുറവാണ്. സോ അതിന്റെ കോളം വെക്ടേഴ്സ് ഒരിക്കലും RMനെ സ്പാൻ ചെയ്യില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ 2 വെക്ടേഴ്സ് കൊണ്ട് നമുക്ക് R3നെ സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോളം വെക്ടേഴ്സ് ഒരിക്കലും RMനെ സ്പാൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ RMല് ഈ കോളം വെക്ടേഴ്സിന്റെ സ്പാനിൽ പെടാത്ത മിനിമം ഒരു വെക്ടറെങ്കിലും ഉണ്ടായിരിക്കും. എയുടെ കോളം വെക്ടേഴ്സിന്റെ സ്പാൻ എടുക്കുക. അപ്പൊ ഇവിടെ ഈ കേസിലാണെങ്കിൽ സ്പാൻ ഓഫ് ഈ 2 വെക്ടേഴ്സ് എടുക്കുക. അപ്പൊ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും R3 എന്ന് കിട്ടില്ല. R3യുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, സബ് സ്പേസ് ആയിരിക്കും. കാരണം ഇതെല്ലാം R3യിലെ വെക്ടേഴ്സ് ആണ്. സോ R3യിലെ 2 വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന, 2 അതല്ലെങ്കിൽ എത്ര വെക്ടേഴ്സ് ആണെങ്കിലും, ഈവൻ 100 വെക്ടേഴ്സ് ആണെങ്കിലും സ്പാൻ ചെയ്യുന്ന സബ് സ്പേസ് R3യുടെ സബ് സ്പേസ് ആയിരിക്കും. മാക്സിമം R3 വരെ പോവുള്ളൂ. അപ്പൊ ഇവിടെ അത്രയും വരില്ല. R3യുടെ ഏതെങ്കിലുമൊക്കെ സബ് സ്പേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ R3 ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് വെക്ടേഴ്സ് RMന്റെ ഡയമെൻഷനേക്കാൾ കുറവായതുകൊണ്ട് R3 ഒരിക്കലും സ്പാൻ ആയിട്ട് വരില്ല. അതായത് RM ഒരിക്കലും സ്പാൻ ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പാനിൽ പെടാത്ത ഒരാളെങ്കിലും RMൽ ഉണ്ടായിരിക്കും. R3യിലെ ഈ കേസിലാണെങ്കിൽ R3യിലെ ഈ 2 വെക്ടേഴ്സിന്റെ സ്പാനിൽ പെടാത്ത മിനിമം ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ എന്തായാലും അതിന്റെ സ്പാൻ R3 തന്നെയാവും. സോ അങ്ങനെ അല്ലാത്തത് കൊണ്ട് മിനിമം അങ്ങനെ ഒരാളെങ്കിലും നമുക്ക് RMൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ്, അങ്ങനെ ഒരു വെക്ടർ നമ്മൾ B എടുക്കുന്നു. ദെൻ Ax = B എന്നുള്ളത് ആ ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആ ഒരു ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ തിയറം 4.7.1 പറഞ്ഞിട്ടുണ്ട്. ഈ Ax = B എന്നുള്ളത് കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഈ B എന്നുള്ള വെക്ടർ എയുടെ കോളം സ്പേസിൽ ഉണ്ടായിരിക്കണം. അതായത് ബിനെ എയുടെ കോളം വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം എന്നാണ് നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആ B എന്നുള്ളത് എയുടെ കോളം വെക്ടേഴ്സിന്റെ സ്പാനിൽ ഉണ്ടായാൽ മാത്രമാണ് Ax = B എന്നുള്ളത് കൺസിസ്റ്റന്റ് ആവുകയുള്ളൂ. അപ്പൊ നമുക്കിവിടെ എല്ലാ B വാല്യൂസ് ആവുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും. ഇതിന്റെ സ്പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് R3യിലെ കുറെ വെക്ടേഴ്സ് ഒക്കെ അതിൽ പെടും. അപ്പൊ അവരൊക്കെയും Ax = B എന്നുള്ളത് അതാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൺസിസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെയല്ല പ്രൂവ് ചെയ്യേണ്ടത്. കൺസിസ്റ്റന്റ് ആവാത്ത വിധത്തിൽ ഒരാളെങ്കിലും അവിടെ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു B എടുത്തു കഴിഞ്ഞാൽ ആ B എന്നുള്ളത് എയുടെ കോളം സ്പേസിന്റെ ലീനിയർ കോമ്പിനേഷൻ, കോളം വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തിയറം 4.7.1 അപ്ലൈ ചെയ്യുമ്പോൾ Ax = B എന്നുള്ള ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് പാർട്ട് എയിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അടുത്തത് അൺഡിറ്റർമിൻഡ് കേസാണ്. m എന്നുള്ളത് <n ആണെന്ന് വിചാരിക്കുക. അപ്പോൾ RMലെ വെക്ടേഴ്സ് തന്നെയാണ്. എന്നുള്ളത് m/n മെട്രിക്സ് ആണ്. സോ അതിന്റെ കോളം B എന്നുള്ളത് RMലെ ഒരു വെക്ടർ ആയിരിക്കും. B എന്നുള്ള ഏതൊരു വെക്ടർ എടുത്താലും നമുക്ക് 2 പോസിബിലിറ്റീസ് ആണ്.
ഒന്നുകിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. കൺസിസ്റ്റൻ്റ് അതിൽ നമുക്ക് ഒന്നുകൂടി പ്രൂവ് ചെയ്യാനുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. ആകെ 2 പോസിബിലിറ്റീസ് ആണ്, ഒന്നുകിൽ ഇൻകൺസിസ്റ്റൻ്റ് അതല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്. അപ്പം നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് അവിടെ കഴിഞ്ഞു. നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ബി എന്നുള്ളത് ആരെങ്കിലും ഏതൊരു വെക്ടർ ചൂസ് ചെയ്താലും എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത് ഒന്നുകിൽ ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. ഇനി കൺസിസ്റ്റൻറ്റിന് 2 ഡിവിഷനാണ് വരുന്നത്, ഒന്നുകിൽ യൂണീക്ക് സൊല്യൂഷൻ അതല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പം അതിൽ ആ യൂണീക്ക് സൊല്യൂഷൻ എന്നുള്ള കേസ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ m<n ആണ്, അതായത് നമ്പർ ഓഫ് അൺനോൺസ് എന്നുള്ളത് ഇതിൻ്റെ നമ്പർ ഓഫ് ഇക്വേഷനേക്കാൾ കൂടുതലാണ്. m ആണ് നമ്പർ ഓഫ് ഇക്വേഷൻസ്, n ആണ് നമ്പർ ഓഫ് അൺനോൺസ് അതായത് നമ്പർ ഓഫ് വേരിയബിൾസ്. അത് n-നേക്കാൾ കുറവാണ് നമ്പർ ഓഫ് ഇക്വേഷൻസ്. അൺഡിറ്റർമിൻഡ് കേസാണ്, ഇക്വേഷൻസിൻ്റെ എണ്ണം കുറവ്, വേരിയബിൾസിൻ്റെ എണ്ണം കൂടുതൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷനിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ 4.8.4 എന്നുള്ള തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. R എന്നുള്ളത് മെട്രിക്സ് എയുടെ റാങ്ക് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എയുടെ റാങ്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം, അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ തൽക്കാലം mn, ഇപ്പോൾ ഇവിടെ m<n ആണ് വേണ്ടത്. സോ ഒരു 2/4 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. m എന്നുള്ളത് 2, n എന്നുള്ളത് 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് മാക്സിമം 2 വരെ വരുള്ളൂ. അത് നമുക്കറിയാം. റാങ്ക് ഓഫ് എ എന്നുള്ളത് മിനിമം ഓഫ് m,n ആണ്. സോ റാങ്ക് എന്നുള്ളത് മാക്സിമം 2 തന്നെയാണ് വരുള്ളൂ. ചിലപ്പോൾ 2-നേക്കാൾ കുറവായിരിക്കാം, 1 ആയിരിക്കാം. ഇപ്പോൾ ഇതിന് നമ്മൾ എക്സ് ഈക്വൽ ടു ബി 2/4 മെട്രിക്സ് ആണ്, 2 റോയും 4 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ്. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം റാങ്ക് 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലീഡിങ് വേരിയബിൾസ് 2 ഉണ്ടായിരിക്കുള്ളൂ, ബാക്കിയുള്ളത് ഫ്രീ വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ എത്രയാണോ റാങ്ക് അത്രയും ലീഡിങ് വേരിയബിൾസും ബാക്കിയുള്ളത് ഫ്രീ വേരിയബിൾസും ആയിരിക്കും. ടോട്ടൽ വേരിയബിൾസ് n ആണ്. അപ്പോൾ ലീഡിങ് വേരിയബിൾസ് റാങ്ക് എത്രയാണോ അത്ര തന്നെയാണ് ലീഡിങ് വേരിയബിൾസ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫ്രീ വേരിയബിൾസിനെ ആർബിട്രറി പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. സോ n-r വേരിയബിൾസിന് ആർബിട്രറി വാല്യൂസ് നമ്മൾ എന്തായാലും അസൈൻ ചെയ്ത് കൊടുക്കും. r എന്നുള്ളത് മെട്രിക്സ് എയുടെ റാങ്ക്. ഓക്കെ, അതാണ് നമ്മൾ സാധാരണ സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. n-r എലമെൻസിനെ നമ്മൾ അത്രയും വേരിയബിൾസിന്, അതായത് അത്രയും അൺനോൺസിന് ആർബിട്രറി പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് r< m ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു റാങ്ക് ഓഫ് എ എന്നുള്ളത് മിനിമം ഓഫ് മിനിമം ഓഫ് m,n ആണ്. അതായത് റാങ്ക് ഓഫ് എ m ആണ്. അതാണ് r< m. അപ്പോൾ r ആണ് ചെറിയ നമ്പർ. അപ്പോൾ r എന്നുള്ളത് m ആണ്. സോ അതിൽ നിന്നും n-r, എന്നിൽ നിന്നും r കുറയ്ക്കുക, അപ്പുറത്ത് എന്നിൽ നിന്ന് m കുറയ്ക്കുക. അപ്പോൾ അതിൽ വലുത് പോസിബിലിറ്റി ഉള്ളത് m-നാണ്. സോ n-r ആയിരിക്കും വലിയ നമ്പർ. ഓക്കെ, ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വലിയൊരു നമ്പർ. എന്നിൽ നിന്ന് തന്നെയാണ് രണ്ടും കുറയ്ക്കുന്നത്. r ആണ് ചെറിയ നമ്പർ, അതായത് r< m ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? n-r > n-m. ഇനി നോക്കാം, m<n ആണ്. m എന്നുള്ളത് n-നേക്കാൾ സ്ട്രിക്ട്ലി ആണ്. അപ്പോൾ n-m എന്നുള്ളത് എന്തായാലും സ്ട്രിക്ട്ലി > 0 ആയിരിക്കും. അപ്പോൾ n-r എന്നുള്ളത് > 0 ആണ്, അതായത് മിനിമം 1 എങ്കിലും ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ ജനറൽ സൊല്യൂഷനിൽ മിനിമം 1 പാരാമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കും. പാരാമീറ്റർ ഒന്നും ഇല്ലെങ്കിലാണ് യുണീക്ക് സൊല്യൂഷൻ. അതായത് റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആയിട്ട് വന്നാലാണ് യുണീക്ക് സൊല്യൂഷൻ. റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് അൺനോൺസ് വന്നു കഴിഞ്ഞാൽ r ആണ് റാങ്ക്, n ആണ് നമ്പർ ഓഫ് അൺനോൺസ് എന്നുണ്ടെങ്കിൽ n-r വേരിയബിൾസിന് നമ്മൾ പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു.
സോ ജനറൽ സൊല്യൂഷന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ അറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒന്നുകിൽ ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇത് യൂണിക് സൊല്യൂഷൻ ആവണമെങ്കിൽ റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കണം. അതായത് റാങ്ക് എന്നുള്ളത് നമുക്ക് n എന്ന് കിട്ടണം. പക്ഷെ ഇവിടെ m ലെസ് ദാൻ n ആണ്. മിനിമം ഓഫ് m, n ആണ് മാക്സിമം റാങ്കിനുള്ള പോസിബിലിറ്റി. സോ m വരെ മാക്സിമം വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സൊല്യൂഷൻസ് ഓഫ് ആൻ ഓവർ ഡിറ്റർമിൻഡ് സിസ്റ്റം Ax equal to B of 7 equations in 5 unknowns in which A has rank R equal to 4. അപ്പോൾ നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞു ഓവർ ഡിറ്റർമിൻഡ് കേസിൽ എല്ലാ വാല്യൂസിനും ഇൻകൺസിസ്റ്റൻ്റ് എന്നല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന വിധത്തിൽ മിനിമം ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. കൺസിസ്റ്റൻ്റ് ആവുന്ന ഒരുപാട് ഉണ്ടായിരിക്കും, എന്നാലും ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന വിധത്തിൽ മിനിമം ഒരെണ്ണെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഓവർ ഡിറ്റർമിൻഡ് കേസിൽ. ഇപ്പം ഇവിടെ 7 ഇക്വേഷൻസും 5 അൺനോൺസ് ആണ്. സോ 7/5 മെട്രിക്സ് ആയിരിക്കും. m ഗ്രേറ്റർ ദാൻ n ആണ്. ഓവർ ഡിറ്റർമിൻഡ് കേസാണ്. അപ്പം എല്ലാ വാല്യൂസിനും എന്തായാലും കൺസിസ്റ്റൻ്റ് ആവണമെന്നൊന്നുമില്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയവരും ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാലും കുറേയൊക്കെ നമുക്ക് കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് മിക്കവാറും എന്തായാലും കൺസിസ്റ്റൻ്റ് ആവുന്ന വാല്യൂസും ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കൂടുതലാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും, എന്നാലും ഇൻകൺസിസ്റ്റൻ്റ് ആയതും ഉണ്ടാവാം എന്നാണ് പാർട്ട് എയിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെയും വാല്യൂസിന് വെക്റ്റർ ഇവിടെ R7 വെക്റ്റേഴ്സ് ആയിരിക്കും. m എന്നുള്ളത് 7 ആണ്. സോ R7 വെക്റ്റർ ആയിരിക്കും B. അപ്പോൾ B എന്നുള്ളത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് B ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വാല്യൂസ് എന്തായാലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു B ആണെന്ന് വിചാരിക്കുക. ഇൻകൺസിസ്റ്റൻ്റ് ആയവരും ഉണ്ടാവാം, കൺസിസ്റ്റൻ്റ് ആവുന്ന ബികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു B ചൂസ് ചെയ്യുക. അപ്പോൾ Ax ഈക്വൽ ടു B എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആണ്. ഇവിടെ റാങ്ക് പറഞ്ഞിട്ടുള്ളത് 4 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റാങ്ക് എന്നുള്ളത് 4 ആണ്. n എന്നുള്ളത് നമ്പർ ഓഫ് അൺനോൺസ് m/n. n ആണ് നമ്പർ ഓഫ് അൺനോൺസ്. n ഈക്വൽ ടു ഇവിടെ 5 ആണ്. r ഈക്വൽ ടു 4 ആണ്. സോ അതിൻ്റെ ജനറൽ സൊല്യൂഷനിലെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് n-r ആയിരിക്കും. അതായത് 5 - 4 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 1 വേരിയബിളിന് നമ്മൾ പാരാമീറ്റർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു കൺസിസ്റ്റൻ്റ് ആവുന്ന കേസിൽ. അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയവരും ഉണ്ടായിരിക്കാം. ഫോർ സം B in R7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നേരത്തെ രണ്ടാമത്തെ കേസ് അൺഡിറ്റർമിൻഡ് കേസാണ്. X ഈക്വൽ ടു B എന്നുള്ളത് 5 ഇക്വേഷൻസും 7 അൺനോൺസും. സോ 5/7 മെട്രിക്സ് ആണ്. m ലെസ് ദാൻ n ആണ്. എയുടെ റാങ്ക് തന്നിട്ടുണ്ട് 4. അപ്പോൾ ഒന്നുകിൽ ഇത് കൺസിസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആവാം. നമ്മൾ പാർട്ട് ബിയിൽ അതാണ് പറഞ്ഞത്. ഒന്നുകിൽ കൺസിസ്റ്റൻ്റ് ആവാം, ഇൻകൺസിസ്റ്റൻ്റ് ആവാം. ഇൻകൺസിസ്റ്റൻ്റിൻ്റെ കേസ് ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ n എന്നുള്ളത് 7 ആണ്, m എന്നുള്ളത് 5 ആണ്. അപ്പോൾ R5 വെക്റ്റേഴ്സ് ആണ് ഓരോ വെക്ടർ ഉണ്ടായിരിക്കുക. നമ്പർ ഓഫ് ഇക്വേഷൻസ് 5/7 ആണ്. നമ്പർ ഓഫ് ഇക്വേഷൻസ് 5ഉം 7 അൺനോൺസും ആണ് നമുക്കുള്ളത്. സോ n ഈക്വൽ ടു 7. സെക്കൻഡ് കേസിൽ n ഈക്വൽ ടു 7, r ഈക്വൽ ടു 4 ആണ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ n-r അതായത് 7 - 4 പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്. എല്ലാറ്റിനും കൺസിസ്റ്റൻ്റ് അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ഉണ്ടാവും. ഇൻകൺസിസ്റ്റൻറ്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ n-r പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ 7 - 4 പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും വേരിയബിൾസിന് അസൈൻ ചെയ്യുന്ന വിധത്തിൽ. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ലീനിയർ സിസ്റ്റം. ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്. 2 അൺനോൺസ് ആണ് അവിടെ ഉള്ളത്, 5 ഇക്വേഷൻസും ആണ്. സോ ഓവർ ഡിറ്റർമിൻഡ് ആണ്. ഇതിൻ്റെ X ഈക്വൽ ടു B എന്നുള്ള ഫോർമാറ്റിൽ എഴുതുമ്പോൾ 5 ഇക്വേഷൻസും 2 അൺനോൺസും x1 x2 ആണ്. സോ m ഗ്രേറ്റർ ദാൻ n ആണ്. ഓവർ ഡിറ്റർമിൻഡ് കേസാണ്.
അപ്പം എല്ലാ വാല്യൂസിനും കൺസിസ്റ്റൻ്റ് ഒന്നല്ല. നമ്മൾ തിയറം 4.8.9 പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ട്. ഓവർ ഡിറ്റർമിൻഡ് കേസിൽ എല്ലാ വാല്യൂസിനും കൺസിസ്റ്റൻ്റ് ഒന്നല്ല, കൺസിസ്റ്റൻ്റ് ആവാത്തതും ഉണ്ട്. അങ്ങനെയുള്ള ബീസും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ വാല്യൂസിനാണ് കൺസിസ്റ്റൻ്റ് ആവുക? നമ്മൾ നേരത്തെ ചെയ്ത പണി നമ്മൾ അവിടെ നേരത്തെ റിഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ലീനിയർ സിസ്റ്റം ഇത് ഹോമോജിനസ് അല്ല, നോൺ ഹോമോജിനസ് ജനറൽ ഫോർമാറ്റ് ആണ്. അത് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, അതാണ് എ ബി, അതിൻ്റെ റാങ്കും എയുടെ റാങ്കും സെയിം ആയിട്ട് വന്നാൽ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആവുള്ളൂ. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് വന്നാൽ മാത്രമാണ് ആ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ. സോ നമുക്ക് എ ബിയുടെ റാങ്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്നൊരു കോളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയുടെ റാങ്കും ആവും. സോ നമുക്ക് ഒരുമിച്ച് കാണാം. ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് സിസ്റ്റം എ ബി മെട്രിക്സ് ഇങ്ങനെ വരും. ഞാനിവിടെ മെട്രിക്സ് ഫോർമാറ്റ് എക്സ് ഈക്വൽ ടു ബി മുഴുവൻ എഴുതുന്നില്ല, ആ മെട്രിക്സ് മാത്രം എഴുതുന്നു. 1 - 2 B1, 1 - 1 B2, 1 1 B3, 1 2 B4, 1 3 B5. ഇതാണ് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഫസ്റ്റ് റോയിലെ ലീഡിങ് വേരിയബിള് നോൺ സീറോ വേരിയബിള് അത് 1 തന്നെയാണ്. അപ്പോൾ അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇനി അതിൻ്റെ താഴെയുള്ള എല്ലാ വേരിയബിൾസും നമ്മൾ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള എല്ലാ എൻട്രീസും നമുക്ക് 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എല്ലാ എൻട്രീസിലും 1 ആണ്. R2 ചേഞ്ചസ് ടു R2 - R1, R3 changes to R3 - R1, R4 changes to R4 - R1, and R5 changes to R5 - R1. 4 ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഈ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലീനിയർ മെട്രിക്സ് ഇതുപോലെ റെഡ്യൂസ് ആവും. 1 - 2 B1, ദെൻ ഇവിടെ എല്ലാം 0 0 0 0, ഇവിടെ 1, ഇവിടെ B2 - B1, ഇവിടെ 3, ഇവിടെ B3 - B1, ഇവിടെ 4, ഇവിടെ B4 - B1, ഇവിടെ 5, ഇവിടെ B5 - B1. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് നമുക്ക് സെക്കൻഡ് റോയിലെ നോൺ സീറോ എൻട്രി 1 ആക്കുകയാണ്. ഇവിടെ ഓൾറെഡി 1 ആണ്. സോ ഇനി ആ കോളത്തിലുള്ള ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കണം. ഗോസ് ജോർദാൻ എലിമിനേഷൻ ആണ്, റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്കാണ് കൺവേർഷൻ. സോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് റോയിൽ ചേഞ്ച് വരുത്തണം. അവിടെ R1 ചേഞ്ചസ് ടു R1, അവിടെ -2 ആണ്. സോ +2 നമ്മുടെ ലീഡിങ് വേരിയബിൾ സെക്കൻഡ് റോയിലാണ്. R3 ചേഞ്ചസ് ടു R3 - 3R2, ഇവിടെ 3 ആണ്. സോ 3R2, ഇവിടെ 4 ആണ്. R4 ചേഞ്ചസ് ടു R4 - 4R2, ആൻഡ് R5 ചേഞ്ചസ് ടു R5 - 5R2. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് ഇതുപോലെ റെഡ്യൂസ് ചെയ്യും. 1 0 0 0 0 0 1 0 0 0. ദെൻ അടുത്ത എൻട്രീസ് നമുക്കിതുപോലെ കിട്ടും. ഇവിടെ 2 B2 - B1, B2 - B1, ദെൻ 2 B1 - 3 B2 പ്ലസ് B3, 3 B1 - 4 B2 പ്ലസ് B4. അടുത്തത് 4 B1 - 5 B2 പ്ലസ് B5. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഇവിടെ ഇനി എയുടെ കേസ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എയുടെ കറസ്പോണ്ടിങ് ആയിട്ട് 2 കോളംസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റാങ്ക് ഓഫ് എ എന്നുള്ളത് 2 ആണ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. സോ ഇനി നമുക്ക് റാങ്ക് ഓഫ് എ ബിയും 2 എന്ന് തന്നെ കിട്ടിയാൽ മാത്രമാണ് ഈ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവുള്ളൂ. സോ നമുക്ക് ഇവിടെ എല്ലാം 0 വരണം. ഈ 2 എൻട്രീസ് എന്ത് വേണമെങ്കിലും ആവാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഈ 3 എണ്ണത്തിൽ എവിടെയെങ്കിലും നോൺ സീറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആവും, സൊല്യൂഷൻ ഉണ്ടാവില്ല.
അപ്പം അങ്ങനെ ആകുമ്പോൾ എ ബിയുടെ റാങ്ക് കൂടും. ഇവിടെ ആരെങ്കിലും ഒരാൾ 0 അല്ലാണ്ട് കിടക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ആർബിട്രറി ആണ്. B1 B2 എന്നുള്ള രീതിയിലാണ്, നമുക്ക് വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 അല്ലാണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അവിടെ 1 ആക്കണം. അപ്പം അങ്ങനെ ആകുമ്പോൾ എ ബിയുടെ റാങ്ക് മിനിമം 3 എങ്കിലും എത്തും. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് വരും. അതിന് 3നും കൂടില്ല, കാരണം ഇവിടെ 3 കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം 3 വരെ എത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ വന്നു കഴിഞ്ഞാൽ എ ബിയുടെ റാങ്ക് 3 എന്നായി. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയി, സൊല്യൂഷൻ ഇല്ല. അപ്പം ഇത് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ നമുക്ക് ആ 3 എൻട്രീസും, ഇവിടുത്തെ ഈ എൻട്രിയും ഈ എൻട്രിയും ഈ എൻട്രിയും 0 ആയിട്ട് വരണം. Therefore the system is consistent only when ആ 3 എൻട്രീസും 0, അതായത് 2b1 മൈനസ് 3b2 പ്ലസ് b3 ഈക്വൽസ് ടു 0, then 3b1 മൈനസ് 4b2 പ്ലസ് b4 ഈക്വൽ ടു 0, 4b1 മൈനസ് 5b2 പ്ലസ് b5 ഈക്വൽ ടു 0. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ b1 b2 b3 b4 b5 കണ്ടുപിടിച്ചാൽ മാത്രമാണ്, അത്തരം വാല്യൂസിന് മാത്രമാണ് ഈ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കുകയുള്ളൂ. അല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണെങ്കിലും 0 അല്ലാണ്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു b1 b2 b3 b4 b5 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആവും. സോ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇത് ഈക്വൽ ടു 0 വരണം. അപ്പം ഇത് ഈക്വൽ ടു 0 വരുന്ന b1 b2 b3 b4 b5 നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഇത് വീണ്ടും b1 b2 b3 b4 b5 എന്നൊക്കെ പറയുമ്പോൾ അവിടെ അൺനോൺസ് ആണ്. 3 ഇക്വേഷൻസും 5 അൺനോൺസും ഉള്ള ഒരു ലീനിയർ സിസ്റ്റം ആണ് അത്. സോ ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: 2 മൈനസ് 3, b3യുടെ അവിടെ 1, ആദ്യത്തെ ഇക്വേഷനിൽ b4ഉം b5ഉം ഇല്ല. പിന്നത്തെ 3 മൈനസ് 4, b3 ഇല്ല, അവിടെ b4 1 ഉണ്ട്, b5 ഇല്ല. അടുത്തത് 4 മൈനസ് 5 0 0 1 ഇൻറ്റു b1 b2 b3 b4 b5 ഈക്വൽസ് 0 0 0. ഇതാണ് ഇതിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് x ഈക്വൽ ടു b എന്നുള്ള ഫോം. അപ്പോൾ ഇനി നമുക്ക് ഈ സിസ്റ്റം ഇത് ഹോമോജിനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴാണ് കൺസിസ്റ്റൻ്റ് ആവുക, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ എന്നുള്ള മെട്രിക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഈ മെട്രിക്സിനെ ഞാൻ എന്ന് എഴുതുന്നു, എക്സ് ഈക്വൽ ടു ബി. 0 എന്ന് എഴുതിയാലും മതി, 0 വെക്ടറാണത്. എന്നുള്ള മെട്രിക്സ് ഇവിടെ ആദ്യം 1 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി R1ൽ ചേഞ്ച്, ഇവിടെ 2 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/2 ഇൻറ്റു R1. അപ്പോൾ ഈ മെട്രിക്സ് ഇതുപോലെ റെഡ്യൂസ് ആവും. 1 ഇവിടെ മൈനസ് 3/2 1/2 0 0. ബാക്കി എൻട്രീസിന് ചേഞ്ച് ഇല്ല. 3 മൈനസ് 4 0 1 0 4 മൈനസ് 5 0 0 1. ഇനി വേണ്ടത് നമുക്ക് ലീഡിങ് വേരിയബിളായി ലീഡിങ് 1 ആയി. ഫസ്റ്റ് റോയിലെ ബാക്കി എല്ലാ എൻട്രീസും, ഫസ്റ്റ് കോളത്തിലെ ബാക്കി 2 എൻട്രീസും 0 ആക്കുകയാണ്. R2ൽ ചേഞ്ച് വരുത്തണം. R2 ചേഞ്ചസ് ടു, അവിടെ 3 ആണ്, സോ -3 R1. R3 ചേഞ്ചസ് ടു R3 -4 R1. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 1 -3/2 1/2 0 0 ചേഞ്ച് ഇല്ല. ഇവിടെ 0 0. ഇവിടെ നമുക്ക് 1/2 -3/2 1 0. ഇവിടെ 1 -2 0 1. ഇനി വേണ്ടത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുകയാണ്. അപ്പോൾ ഇവിടെ 1/2 ആണ്. 1 ആക്കണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. ആ റോയിനെ R2ലാണ് ചേഞ്ച് വരുത്തേണ്ടത്. 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ആണ്. സോ R2 ചേഞ്ചസ് ടു R2 ഇൻറ്റു R2. സോ ഇങ്ങനെ ചേഞ്ച് ആവും. 1 0 0 -3/2 1/2 0 0
ഇവിടെ 1 ആകും, ഇവിടെ -3 ആകും, ഇവിടെ 2 ആകും, ഇവിടെ 0 തന്നെ. ലാസ്റ്റ് റോയിൽ ഇപ്പോൾ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു ലീഡിങ് 1 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിലാണ്. ആ കോളത്തിലുള്ള ബാക്കി എല്ലാ എൻട്രീസും 0 ആക്കണം. R1 ചേഞ്ച് വരുത്തണം. R1 ചേഞ്ചസ് ടു അവിടെ -3/2 ആണ്. സോ +3/2 R2ലാണ് നമ്മുടെ ലീഡിങ് വേരിയബിൾ. R3 ചേഞ്ച് വരുത്തണം. R3 ഇവിടെ 1 ആണ്. സോ R3 -R1, സോറി R3 -R2. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ റെഡ്യൂസ് ആകും. ഇനി ബാക്കി അവിടെ ഉണ്ടായിരിക്കുക -4 3 0, ഇവിടെ -3 2 0 ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ 1 -2 1. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി അടുത്തത് ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത റോയിലേക്ക് കടക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് നോൺ സീറോ എൻട്രി. അത് 1 തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഇനി അത് തേർഡ് കോളത്തിലായതുകൊണ്ട് ബാക്കി 2 എൻട്രീസും ആ കോളത്തിലുള്ള ബാക്കി 2 എൻട്രീസും 0 ആക്കണം. ഫസ്റ്റ് റോയിൽ ചേഞ്ച് വരുത്തണം. അവിടെ -4 ആണ്. സോ +R3 4R3. R2ലും ചേഞ്ച് വരുത്തണം. R2 +3R3. സോ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് ഇതുപോലെ റെഡ്യൂസ്ഡ് ആവും. നമ്മുടെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആയി. 0 0 1, then -4 sorry -5 -4 -2 4 3 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആഡ് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. നമുക്കിതിനെ വീണ്ടും മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാം. 1 0 0 0 1 0 0 0 1 -5 -4 -2 4 3 1 into B1 B2 B3 B4 B5 equals 0 0 0. അപ്പോൾ അതിൻ്റെ ലീനിയർ സിസ്റ്റത്തിലേക്ക് എഴുതുമ്പോൾ 1 into B1 plus 0 into B2 plus 0 into B3 plus -5 into B4 plus 4 into B5. അപ്പോൾ നമുക്കിതുപോലെ വരും. 1 into B1, so B1 -5 B4 plus 4 B5 equal to 0. അടുത്ത 0 into B1 plus 1 into B2, 0 into B3 plus -4 into B4 plus 3 into B5. സോ നമുക്കിങ്ങനെ കിട്ടും. B2 -4 B4 plus 3 B5 equal to 0. Last one B3 -2 B4 plus B5 equal to 0. ഇനി നമുക്കറിയാം 3 ലീഡിങ് വൺസ് ആണ് അവിടെ ഉള്ളത്. ഇവിടുത്തത് B1, ഇത് B2, ഇത് B3, ഇത് B4, B5. ലീഡിങ് വൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ലീഡിങ് വേരിയബിൾസ്. സോ B1 B2 B3 ലീഡിങ് വേരിയബിൾസും ഫ്രീ വേരിയബിൾസ് B4 ആൻഡ് B5. ഇവിടുത്തെ ഫ്രീ വേരിയബിൾസ് B4 ആൻഡ് B5. സോ നമുക്ക് സോൾവ് ചെയ്യാൻ ഫ്രീ വേരിയബിൾസിന് ആർബിട്രറി പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ B4ന് R എന്നും B5ന് S എന്നും കൊടുക്കുന്നു. ഇഷ്ടമുള്ള വാല്യൂസ് ചൂസ് ചെയ്യാം. ഇനി ഇവരാണ് ലീഡിങ് വേരിയബിൾസ് B1 B2 B3. ലീഡിങ് വേരിയബിൾസിനെ ഫ്രീ വേരിയബിൾസിൻ്റെ ടേംസിൽ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ B1 = 5 B4 -4 B5. അപ്പോൾ അതായത് 5 into B4 എന്നുള്ളത് 6 ആണ്, -4S. ഇനി B2 = 4 B4 -3 B5. അപ്പോൾ അതിൽ നിന്നും 4R -3S. ഇനി B3 = 2 B4 -B5. സോ 2R -S. അപ്പോൾ നമ്മുടെ വേരിയബിൾസ് ഒന്ന് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, കോളം വെക്റ്റർ ആയിട്ട് എഴുതുകയാണെങ്കിൽ B1 B2 B3 B4 B5 കോളം വെക്റ്റർ ആയിട്ട് എഴുതുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. 5R -4S 4R -3S 2R -S പിന്നെ RS. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. B1 = 5R -4S
B2 equal to 4R minus 3S, 2R, B3 equal to 2R minus S, B4 equal to R, B5 equal to S. ഇനി ഈ ആറിനും എസിനും ഏതൊക്കെ വാല്യൂ കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് ബി ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ B1 B2 B3 B4 B5 കിട്ടും. ആ ഒരു വെക്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവും. ഇതല്ലാത്ത ഈ കോമ്പിനേഷനിൽ പെടാത്ത ഇതിൽ ആറിനും എസിനും നമുക്ക് ഇഷ്ടം പോലെ ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് കൊടുക്കാവുന്നതാണ്. എല്ലാ വാല്യൂസിനും ഈ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അല്ലാത്ത ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത B1 B2 B3 B4 B5 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല.